ബോച്ചയായിട്ട് തോന്നിയിട്ടില്ല. ബോറൻ അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളൂ. ചന്തിയേറ്റവും ചന്തിയിറക്കവും സംഭവിക്കും എന്ന് പറയുന്ന ഒരു അറിവ് എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും ഏത് മാസത്തിലും ഒരേപോലാണ്. ഒരു ചന്തി വ്യതിയാനം സംഭവിക്കുന്നില്ല. PV അൻവറിനെ കുറിച്ച് സംസാരിക്കണോ അതോ നമ്മുടെ ബോറൻ ബോച്ചയെ കുറിച്ച് സംസാരിക്കണോ എന്നുള്ള കാര്യത്തിലാണ് പോങ്ങനൊരു ആശയക്കുഴപ്പമുള്ളത്. വെടിവെപ്പ് വളരെ ചെറുപ്പം മുതൽ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഞാൻ ഇന്ന് PV അൻവറിനെ ഒഴിവാക്കുന്നു, പകരം ബോച്ചയെ എടുക്കുന്നു. കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ തൊട്ട് കാണിക്കാൻ പറയരുത്. ബോച്ചയ്ക്കെതിരെ ഒരു സുപ്രസിദ്ധ നടി പരാതി കൊടുത്തിരിക്കുകയാണ്. അവരുടെ സ്ത്രീത്വത്തെ ബോച്ചയെ ഊടുപാട് അപമാനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ബോച്ചയെ വിമർശന ബുദ്ധിയോടുകൂടി സംസാരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഞാനൊരു തെറ്റേറ്റു പറയണം, നിങ്ങളുടെ മുന്നിൽ ഒരു ക്ഷമാപണം നടത്തണം. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന നടി ഉദ്ഘാടന കർമ്മങ്ങൾ വ്യാപകമായി നിർവഹിച്ചുകൊണ്ട് ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോകൻ അക്കാലത്ത് വളരെ വഷളനായിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കാതെ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ഒരു സുഹൃത്തിനോട്, അദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, അദ്ദേഹം നടനാണ്, സംവിധായകനാണ്, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാനൊരു പ്രയോഗം നടത്തി. ആ തേൻപൂവ് അവരെൻ്റെ മനസ്സിലൊരു ചന്തിരികയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ചന്തിരിക, അതിനകത്ത് തീർച്ചയായിട്ടും ഒരു വഷളത്രം ഉണ്ടായിരുന്നു. സ്ത്രീവിരുദ്ധത എന്ന് ഞാൻ പറയില്ല, അതിനകത്തൊരു ഒരു അല്പം അശ്ലീലം കലർന്ന ഒരുതരം പരിഹാസം ഉണ്ടായിരുന്നു. അത് നല്ലതാണ് എന്ന് അന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഇന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്കിടയിലുള്ള സംസാരത്തിനിടയിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രയോഗം, ആ ചന്ദ്രിക എന്ന് പറയുന്ന ആ ഒരു പരിഹാസ പദം തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടു കൂട്ടരും ആസ്വദിച്ചു എന്നുള്ളത് സത്യമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ബോച്ചയെ എനിക്ക് അല്പം വിമർശന ബുദ്ധിയോടുകൂടി ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ ഞാൻ ആദ്യം എന്നെ ഒന്ന് വിമർശിക്കാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തുറന്ന് സമ്മതിച്ചത്. തീർച്ചയായിട്ടും അവരെ ആ ചന്ദ്രിക എന്ന് പ്രയോഗിച്ചതിൽ, അല്ലെങ്കിൽ അവരെ അങ്ങനെ വിശേഷിപ്പിച്ചതിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി ഞാൻ കാര്യത്തിലേക്ക് പോവാം. തീർച്ചയായിട്ടും ഒരു നടിയുടെ നടനകാലം എന്ന് പറയുന്നത് ഒരു 10-12 വർഷമായിരിക്കും അങ്ങേയറ്റം. എല്ലാ നടിമാർക്കും ആ ഭാഗ്യം ലഭിക്കാറില്ല. ചിലർ 1-2 സിനിമകളിൽ മുഖം കാണിച്ച് മറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ചില നടിമാർ തീർച്ചയായിട്ടും ഒരു കുറച്ച് കാലങ്ങൾ നിൽക്കാറുണ്ട്. എന്തായാലും ഈ നടിമാരുടെയൊക്കെ ജീവിതകാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നടനകാലം എന്ന്, ജീവിതകാലമല്ല ക്ഷമിക്കണം, നടനകാലം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലമായിരിക്കാം. ഒരു 10 പതിറ്റാണ്ടിൽ താഴെയൊക്കെ ആയിരിക്കും അവരുടെ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത്. അപൂർവം നടിമാർ മാത്രമേ അതിനെയൊക്കെ അതിജീവിച്ചു പോയിട്ടുള്ളൂ. ഈ പറയുന്ന തേൻപൂവ് എന്ന് പറയുന്ന ആ നടിയൊക്കെ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തന്നെ കുറേ അധികം പടങ്ങളിൽ മുഖം കാണിക്കുകയും നായികയായിട്ട് അഭിനയിക്കുകയും ഒക്കെ ചെയ്ത് അവരൊരു ഉയർന്ന ജീവിത നിലവാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ജീവിത നിലവാരത്തെ നിലനിർത്തുക എന്ന് പറയുന്നത് അവരുടെ മാത്രം ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ ചുമതലയാണ്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ കിട്ടുന്നുമില്ല, എന്നാൽ അവർക്ക് ജീവിക്കുകയും ചെയ്യണം അതേ നിലവാരത്തിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും അവർ ഇതുപോലുള്ള ഉദ്ഘാടന കർമ്മങ്ങൾ അത് പണം വാങ്ങി തന്നെയാണല്ലോ അത് ചെയ്യുന്നത്. അല്ലാതെ ആരാധകരുടെ മുന്നിൽ അവതരിക്കുക എന്നുള്ള ഉദ്ദേശത്തെക്കാൾ കൂടുതലായിട്ട് ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പണം അവരുടെ ജീവിത നിലവാരത്തെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് സുഭിക്ഷമായിട്ട് കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പണം കൊടുക്കാനുള്ളവർ തീർച്ചയായിട്ടും അവരെ പ്രലോഭിപ്പിക്കും, ഉദ്ഘാടിപ്പിക്കും. പോങ്ങൻ സംസാരിക്കുന്നത് പോങ്ങന്റെ ശൈലിയിൽ, ബോച്ചെ സംസാരിക്കുന്നത് ബോച്ചയുടെ ശൈലിയിൽ. പക്ഷേ ബോച്ചെ നിലവിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് നിന്നാവചനത്തെക്കാളും, അതല്ലെങ്കിൽ അങ്ങേയറ്റത്തെ അശ്ലീല പരിഹാസത്തെക്കാളും, അല്ലെങ്കിൽ അശ്ലീല തമാശയെക്കാളും തറയായിക്കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന നാവ് ഭാഗ്യമുള്ള ഒരാളാണ് പോങ്ങൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അത്രയൊന്നും കടന്നു പറഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ പോങ്സ്കൃതത്തിൽ ചില വഷളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ എനിക്ക് തീർച്ചയായിട്ടും വിഷമവുമുണ്ട്. പക്ഷെ ബോച്ചെ ഈ നടിയെ വിളിച്ച് അവിടെ കൊണ്ടുപോയി അവരെ കൊണ്ട് ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം ബോച്ചെ പറഞ്ഞതെല്ലാം ഒരു മര്യാദയുമില്ലാത്ത, ഒരു തരത്തിലും അതിനകത്ത് നർമ്മമില്ല, അതിനകത്ത് മാന്യതയില്ല, അതിനകത്ത് സംസ്കാരത്തിന്റെ കണിക പോലുമില്ല, അതിനകത്ത് ഒന്നുമില്ല, ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അവിടെ കൂടി നിന്ന ആളുകൾ, ഈ കൂടി നിന്നവരെ കുറിച്ചാണ് പറയേണ്ടത്, കൂടി നിന്ന ആളുകൾ അത് കേട്ട് ചിരിക്കുന്നു. ഞാൻ കുന്തിദേവിയെ വർണ്ണിച്ച് കുന്തിദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട്. ആ ഒരു നിന്നാവചനത്തെ തമാശയായി കണ്ട് ആഘോഷിക്കുന്നു. എന്തൊരു ബോറൻ പരിപാടിയാണെന്ന് ആലോചിക്കുക. എനിക്ക് ഈ ബോച്ചെ എന്ന് പറയുന്നത് ഒരിക്കലും ബോച്ചയായിട്ട് തോന്നിയിട്ടില്ല. ബോറൻ അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളൂ. അത് ഞാനൊരു കേമനായതുകൊണ്ടല്ല. തറയ്ക്ക് പോലും ഒരു ശരാശരി നിലവാരം വേണം എന്ന് പറയുന്ന വിചാരം എനിക്കുള്ളത് കൊണ്ട് എന്റെ തറത്തരത്തിന്റെ നിലവാരമില്ലായ്മ ബോച്ചയിലും താഴെയായി പോവാതിരിക്കാൻ എന്നും ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു നടി ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി
ഇരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ നിവൃത്തികേട് കൊണ്ട് കൂടിയാണ്. അവരവിടെ കാഴ്ചവെക്കുന്ന അഭിനയമല്ല. ആ നടിയെ അവിടേക്ക് ക്ഷണിക്കുന്നത് തീർച്ചയായിട്ടും അവരെ ഒരു പ്രദർശന വസ്തുവാക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതോടുകൂടി അവർ ഉദ്ഘാടിക്കുന്ന സ്ഥാപനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഐശ്വര്യം ഉണ്ടാവുകയോ വെച്ചടി കയറ്റം ഉണ്ടാവുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ടോ ഒന്നുമല്ലല്ലോ. അവരെ ഒരു കാഴ്ച വസ്തുവായിട്ട്, പ്രദർശന വസ്തുവായിട്ട് തന്നെയാണ് അവിടേക്ക് ക്ഷണിക്കുന്നത്. പ്രദർശന വസ്തുവാണ് ഞാനെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ നടിമാരും ഇത്തരം ചടങ്ങുകളിൽ പോയി നിന്നുകൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ചടങ്ങുകൾക്കൊക്കെ കാർമ്മികത്വം വഹിക്കുന്നത്. തീർച്ചയായിട്ടും അവർ പ്രദർശന വസ്തുക്കളാവാൻ തന്നെയാണ്. അവരുടെ അണിഞ്ഞൊരുക്കവും ആ ഒരു പ്രദർശന വസ്തു എന്ന് പറയുന്ന അവരുടെ ആ ഒരു കഥാപാത്രത്തോട് നീതി പുലർത്തുന്ന നിലയിൽ തന്നെയുമാണ്. ഞാൻ പറഞ്ഞത് ജീവിക്കാനുള്ള തത്രപ്പാടാണ് വാസ്തവത്തിൽ ഈ തേൻപൂ എന്ന് പറയുന്ന നടിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ അവരെ നേരത്തെ ചന്ദ്രിക എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട പദപ്രയോഗത്തിലൂടെ ഞാൻ അവരെ വിശേഷിപ്പിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കൗതുകവും കൂടി തോന്നിയിരുന്നു. അതുകൂടി തുറന്നു പറയാതെ ഇതിൻ്റെ ഒരു പൂർണ്ണത കിട്ടാത്തത് കൊണ്ട് പറയുകയാണ്. തമാശയായിട്ടല്ല പറയുന്നത്, ഒരല്പം ജാള്യതയോടുകൂടി ഒരു ആത്മവിമർശനം എന്ന നിലയിൽ പറയാം. ഈ ചന്ദ്രിക എന്ന് പറയാൻ എനിക്ക് അവരെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം, ഈ അമ്മ എന്നൊക്കെ പറയുന്ന മഴവിൽ മനോരമയുടെ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയിൽ ഇവർ റിഹേഴ്സൽ നടത്തുന്ന പരിപാടി, അല്ലെങ്കിൽ ഈ റിഹേഴ്സൽ നടത്തുന്ന യൂട്യൂബിലൂടെയൊക്കെ കാണാനിടയായി. ആ സമയത്ത് വളരെ അത്ഭുതത്തോടു കൂടി പോകാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് എനിക്കറിയാം. സമുദ്രത്തിൽ ഒരു പ്രത്യേക സമയത്ത് ചന്ദ്രൻ്റെ ഒരു ഇടപെടൽ മൂലം വേലിയേറ്റം സംഭവിക്കുകയും അതുപോലെ തന്നെ വേലിയിറക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ നിതംബത്തിന് ഇതുപോലെ വേലിയേറ്റവും വേലിയിറക്കവും അല്ലെങ്കിൽ ചന്തിയേറ്റവും ചന്തിയിറക്കവും സംഭവിക്കും എന്ന് പറയുന്ന ഒരു അറിവ് എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഉദ്ഘാടിക്കുന്ന നടി അവർ യൂട്യൂബിലൂടെ വിഭവമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അവരുടെ പിൻഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതലായിട്ട്. ആ സമയത്ത് എൻ്റെ ശ്രദ്ധയും തീർച്ചയായിട്ടും ആ പ്രദേശങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഴവിൽ മനോരമയുടെ അതുപോലുള്ള ഈ റിഹേഴ്സൽ പരിപാടികളിൽ ഇവർക്ക് ഇത്രത്തോളം നിതംബ വിപുലതയില്ല. ഇവരുടെ നിതംബ വൈപുല്യം എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞിരിക്കുകയും എന്നാൽ ഈ ഉദ്ഘാടിക്കുന്ന നേരങ്ങളിൽ ഇവർക്ക് തീർച്ചയായിട്ടും ചന്തിയേറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചന്തിയിറക്കവും ചന്തിയേറ്റവും സാധ്യമാകുന്ന, അങ്ങനെ മനുഷ്യൻ്റെ നിതംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരമൊരു ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു ആശങ്ക, അതൊരു അതിശയം പോലെയൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടന്ന് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് സംഭവിച്ച ഒരു പിശകായിരിക്കാം. എന്തായാലും പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ സംഭവിക്കുമായിരിക്കും. പക്ഷെ എൻ്റെ ഉദരം സാമാന്യം തരക്കേടില്ലാത്ത വൃത്തികെട്ട ഉദരമാണ്. എനിക്കും വലിയൊരു ചന്തിയൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ചന്തിക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഏത് സമയത്തും അതാണ്. ഉറക്കത്തിലും ഉണർവിലും നടത്തത്തിലും അല്ലാത്തപ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും ഏത് നേരത്തും ഏത് കാലാവസ്ഥയിലും ഏത് മാസത്തിലും ഏത് അവസ്ഥയിലും എൻ്റെ ചന്തി ഒരേപോലാണ്. ഒരു ചന്തി വ്യതിയാനം സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ അത്ഭുതത്തോടു കൂടി കണ്ടു കേട്ടപ്പോഴാണ് ഞാൻ ഈ ഒരു തമാശ ഞാൻ ഈ പറയുന്ന ജ്യേഷ്ഠതുല്യനായിട്ടുള്ള സുഹൃത്തിനോട് ചോദിച്ചത്. ഞാൻ അവരെ തേൻപൂവെന്നല്ല വിളിക്കുക, എൻ്റെ മനസ്സിൽ അവൾ ചന്തിരികയാണെന്ന് പറഞ്ഞു പോയത് അതുകൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. അത് അതിനകത്തുള്ള ഒരു വൃത്തികേട്, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു കുഴപ്പം. ഇനി പരസ്യമായിട്ട് ഇതുപോലുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും ഇപ്പോൾ പറഞ്ഞത് അത് കളിയാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സന്ദർഭവശാൽ സംസാരിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരസ്യമായിട്ട് ഈ ബോച്ചെ ഇവരോട് മാത്രമല്ല, ഇതുപോലുള്ള അധിക്ഷേപകരമായിട്ടുള്ള സംസാരം ബോച്ചെ എപ്പോഴും നടത്തിയിട്ടുണ്ട്. ബോച്ചെ ഇത് മാത്രമേ നടത്തിയിട്ടുള്ളൂ, ഇത് മാത്രമേ ബോച്ചെ എക്കാലവും നടത്തിയിട്ടുള്ളൂ. ബോച്ചെ എന്ന് പറയുന്ന ഒരു വ്യക്തി നവമാധ്യമ കാലത്തെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളാണ്. അത്രയും രൂക്ഷമായിട്ടുള്ള കച്ചവട ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ബോച്ചെ എന്ന് പറയുന്നത്. അത് ഞാൻ ആർക്കും വേണ്ടുന്ന തീറ്റ കൊടുക്കാറുണ്ട്, എല്ലാവരും തീറ്റി പോറ്റാന്നുള്ള. അയാളുടെ വില കൂടിയ കോടിക്കണക്കിന് വിലയുള്ള വാഹനത്തിന്റെ മേളിൽ കയറി കാലുപൊക്കി ജട്ടി കാണിച്ചുകൊണ്ട് ഡാൻസ് പോലെ, അത് നൃത്തമാണോ സംഘടനമാണോ എന്നറിയാത്ത ഈ നൃത്തവും സംഘടനവും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ശരീര ചലനം കാഴ്ചവെച്ചുകൊണ്ട്, അപ്പോൾ അതിന്റെ താഴെ നിന്നുകൊണ്ട് ഒരുപാട് മൊബൈൽ ഫോണിൽ പകർത്തുന്ന യൂട്യൂബ് തൊഴിലാളികളുണ്ട്. ഓരോ കറക്കത്തിലും അദ്ദേഹത്തിന്റെ ജട്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജട്ടി കണ്ട് നിർവൃതി അടയുന്ന ആളുകളുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന, പശുവിന്റെ ശരീരത്തെ ചെള്ളുപോലെ ജീവിക്കുന്ന കുറച്ച് യൂട്യൂബർമാരുണ്ട്. ഇവരൊക്കെ കൂടി ചേർന്നാണ് ഈ മനുഷ്യനെ ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഇപ്പം മാറഡോണയെ ശരിക്കും പറഞ്ഞാൽ മാറഡോണയ്ക്ക് പോലും മാറഡോണയെ അങ്ങനെ വിൽക്കാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. ബോച്ചെ വിറ്റു.
മാറഡോണയെ ഗംഭീരമായിട്ട് വിറ്റു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രതാപകാലവും കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യനെ ഇതേപോലെ തന്നെ ഒരു പ്രദർശന വസ്തുവാക്കി കൊണ്ടു നടന്ന് ആ മനുഷ്യൻ ആഘോഷിച്ചു, കാശാക്കി. അവിടെ താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ ബോച്ചെ? അവിടെ തന്നെയാണോ താമസിച്ചത്? എങ്ങനെ കിട്ടോ? എത്ര ബോറൻ ഛേ എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന, ആരിലും തോന്നിപ്പിക്കേണ്ട ഒരു വ്യക്തിത്വം. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം ഇതും അദ്ദേഹത്തിന്റെ തന്ത്രമാണ്. പക്ഷെ അപ്പോൾ നാണക്കേട് അനുഭവിക്കേണ്ടത് നമ്മളാണ് വാസ്തവത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് ഇത്രയും കേട്ടവരാണെന്നും നമുക്ക് ഇതുപോലുള്ള അശ്ലീല തമാശകളാണ് ആസ്വദിക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള ശേഷിയേ ഉള്ളൂ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിചാരം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് തേൻപൂവ് എന്ന് പറയുന്ന നടി മാത്രമല്ല അധിക്ഷേപിക്കപ്പെടുന്നത്, മലയാളികൾ മൊത്തമായിട്ടാണ്. ഇതിന്റെ ഉണ്ടെങ്ങനെ നീണ്ടായിരിക്കുക, ഈ ഉണ്ടയല്ല അത്. മലയാളികൾ മൊത്തമായിട്ടാണ് ഈ മനുഷ്യനെതിരെ കേസ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട്, എത്രയോ പേരുണ്ട്, എത്രയോ കോടാനുകോടീശ്വരന്മാരുണ്ട്. അവരാരെങ്കിലും ഇതുപോലുള്ള വൃത്തികേട് കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു കൊച്ചു ഒരു ഇളം യുവാവുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഒരു സെലിബ്രിറ്റി ആവണം എന്ന് പറഞ്ഞ് നടക്കുന്ന വളരെ സാധുവായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ മകനാകാനുള്ള യോഗ്യത മാത്രമേ ഈ മനുഷ്യനുള്ളൂ. അലൻ ജോസ് പെരേരയുടെ അച്ഛനാവാനുള്ള യോഗ്യത എന്നല്ല പറയാം, അലൻ ജോസ് പെരേരയുടെ മകനാവാനുള്ള നിലവാരം മാത്രമേ വാസ്തവം പറഞ്ഞാൽ ഈ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉള്ളൂ എന്നാണ് എന്റെ ഒരു തോന്നൽ. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം ആഘോഷിക്കപ്പെടുന്നത്? അലൻ ജോസ് പെരേരയെ പരിഹസിക്കുന്നു, അതേ ആളുകൾ ഇദ്ദേഹത്തെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടാണ്? സാമൂഹ്യ മൂല്യം, സമ്പത്ത്, കനത്ത ആസനം. ആസനത്തിന്റെ കനം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അലൻ ജോസ് പെരേരയുടെ ആസനമായിരിക്കാം. ഒരു താരതമ്യമാണ് കേട്ടോ, ഞാൻ ഇവരുടെ രണ്ടുപേരുടെ ആസനം കണ്ടിട്ടില്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. കാഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും വയ്ക്കുന്ന ചുവട്, നൃത്ത ചുവട് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും സമാനമായിട്ടുള്ള ഒരേ ശൈലിയിലുള്ള ഒരേ സമ്പ്രദായത്തിലുള്ള നൃത്ത രൂപമാണ് ഇവർ രണ്ടുപേരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ ഒരു നിലയിൽ ആ ആട്ടത്തിൽ നമുക്ക് ദൃശ്യമാവുന്ന ഒരു ഇത് വെച്ചുകൊണ്ട് ആസന വലിപ്പം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനായിരിക്കും, അലൻ ജോസ് പെരേരയ്ക്കായിരിക്കും. പക്ഷേ കൂടുതൽ ആളുകൾ താങ്ങുന്നത് ബോച്ചയാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് സമ്പത്തുണ്ട്. അതാ പറഞ്ഞത്, കനത്ത ആസനം താങ്ങി. ആ നിലയിലാണ് പറഞ്ഞത്. പണമുള്ളവൻ എന്ത് കോപ്രായം കാണിച്ചാലും അതിനെ ആഘോഷിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാവുന്നു. അതാണ് നമ്മുടെ പരാജയം. ഞാൻ പറയുന്നത്, ഈ പറയുന്ന നടി അവർ ജീവിക്കാനുള്ളത് അത്രപ്പാടാണ് നടത്തുന്നത്. കാരണം അവർക്ക് അവസരങ്ങൾ പണ്ടത്തേതുപോലെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വളരെ മത്സരബുദ്ധിയുള്ള ഒരു മേഖലയാണ് ഈ സിനിമാ രംഗം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ പിടിച്ചു നിൽക്കാൻ അവർക്ക്, നവമാധ്യമങ്ങളിൽ ശ്രദ്ധേയായി നിലനിൽക്കാൻ അവർക്ക് പല തന്ത്രങ്ങളും ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുമായിരിക്കാം. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം. കാരണം ഈ ബോച്ചെ മലയാളികളെ മുഴുവൻ ഈ അശ്ലീല തമാശകൾ ആസ്വദിക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ് മലയാളികൾ എന്ന് ബോച്ചെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന മലയാളികൾ, ഈ പറയുന്ന യുവതലമുറ മുഴുവൻ ചന്തിയാസ്വാദകരാണെന്ന് പറയുന്ന ഒരു ബോധ്യത്തിന്റെ പുറത്തായിരിക്കുമല്ലോ ഉദ്ഘാടന നേരങ്ങളിൽ ചന്തിയേറ്റം സംഭവിക്കുന്നതും അതുപോലെ മറ്റു കലാപരിപാടികളുടെ റിഹേഴ്സലുകൾക്കിടയിൽ ചന്തിയിറക്കം സംഭവിക്കുന്നതും. അപ്പോൾ ഞാൻ പറയുന്നത്, തേൻപൂവായാലും ഈ പറയുന്ന ബോച്ചയായാലും മലയാളികളോട് കാണിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ ഒന്നുകിൽ മലയാളികളെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഈ കാണിക്കുന്ന ഇപ്പോഴത്തെ ഈ പറയുന്ന കഞ്ചൻകുട്ടികളാണ് യഥാർത്ഥ മലയാളികൾ എന്ന് ഇവർ ധരിക്കുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ അവഗണിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഈ രണ്ടു കൂട്ടരെയും അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ചന്തി കാണാനും കൂടരുത് ആളുകൾ, ബോച്ചയെ കാലുപൊക്കി ജെട്ടി കാണിക്കുന്നത് കാണാനും പോവാതിരിക്കുകയാണ് നല്ലത്. അവനവന്റെ കാര്യം നോക്കുക, അവനവന്റെ ജീവിതം നോക്കുക, ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ പറയുന്ന തേൻപൂവ് അവരുടെ നടന വൈഭവം കാണിക്കാനല്ല ഉദ്ഘാടന സ്ഥലത്ത് ചെല്ലുന്നത്, തൽപര കക്ഷികളെ കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്നതും അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് അവർക്ക് കാശ് കൊടുത്ത് അവരെ കാണിപ്പിച്ച് അവരെ യശോധരയും കുന്തിദേവിയും ഒക്കെ ആക്കുന്നതുമൊക്കെ ഈ ബോച്ചയെ പോലുള്ള അറുബോറൻ ഛേ, വെറും ബോറൻ ഛേ എന്ന് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറയേണ്ട തരത്തിലുള്ള ആളുകളെ ആഘോഷിക്കുന്ന ഒരു പരിപാടി മലയാളികൾ നിർത്തുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ സമൂഹത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുമെന്ന് പറയുന്ന ഒരു തോന്നലാണ് പോകാനുള്ളത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം. കുറേ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ബോച്ചെ എല്ലാവരെയും പറ്റിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ബോച്ചെ എല്ലാവരെയും പറ്റിക്കുന്നൊന്നുമില്ല. ബോച്ചെ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആൾക്കാരെ മാത്രമേ ഒരുപക്ഷെ പറ്റിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അദ്ദേഹം പറ്റിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകളെ മാത്രമേ ബോച്ചെ പറ്റിക്കുന്നുണ്ടാവുള്ളൂ. പോങ്ങനെ പറ്റിച്ചിട്ടില്ല. പോകൻ ഒരു കാലത്തും അദ്ദേഹത്തിന്റെ ഒന്നിലും വീണിട്ടില്ല. അദ്ദേഹത്തിന്റെ നന്മയിൽ വീണിട്ടില്ല, അദ്ദേഹത്തിന്റെ കച്ചവട ബുദ്ധിയിൽ വീണിട്ടില്ല, അദ്ദേഹത്തിന്റെ നാണമില്ലായ്മയിൽ വീണിട്ടില്ല, അദ്ദേഹത്തിന്റെ കുശാഗ്ര ബുദ്ധിയിൽ വീണിട്ടില്ല. അദ്ദേഹത്തോടുള്ള ആദരവ് എന്ന് പറയുന്നത് ഈ പ്രായത്തിലും കൃത്യമായിട്ടുള്ള ഒരു പാത
5 പൈസ പരസ്യ കമ്പനികൾക്ക് കൊടുക്കാതെ, PR പ്രവർത്തകർക്ക് കൊടുക്കാതെ ഈ പണികളെല്ലാം സ്വന്തം നിലയിൽ ചെയ്തുകൊണ്ട് നവമാധ്യമങ്ങളെ തന്റെ കച്ചവടം കൊഴിപ്പിക്കാനും താൻ തന്നെ സ്വയം ഒരു ഉൽപ്പന്നമായി അതിനൊരു വിപണിയായി തന്നെ വിൽക്കാനുള്ള ഒരു വിപണിയായി തന്റെ കച്ചവടം കൊഴിപ്പിക്കാനുള്ള ഒരു വിപണിയായി നവമാധ്യമങ്ങളെ മാറ്റിയ ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാനിക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കാം. അതിനപ്പുറത്തേക്ക് യാതൊരു വ്യക്തിത്വവുമില്ലാത്ത, ധനത്തിന്റെ ധാരാളിത്തവും അഹംഭാവവും പരപുച്ഛവും മാത്രമുള്ള ഒരു സാധാ അലൻ ജോസ് പെരേരയുടെ മകൻ മാത്രമാണ് നമ്മുടെ ഈ ബോച്ചെ. ബോച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറൻ, അങ്ങനെ പറയാൻ പറ്റും. അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യം പറയാം. തേൻപൂ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ നടിയുടെ വിഷമം തീർച്ചയായിട്ടും പോകാൻ മനസ്സിലാക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവർ അവർക്ക് വേണ്ടിയിട്ടല്ല പരാതി പറയേണ്ടത്, അവർ മൊത്തം മലയാളികൾക്ക് വേണ്ടി കൂടിയാണ്. ബോജെ വാസവും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മലയാളികളെയുമാണ് അധിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നടി ചെയ്യുന്ന കാര്യവും. തീർച്ചയായിട്ടും അതൊരു സൗന്ദര്യത്തിന്റെയോ ആത്മവിശ്വാസത്തിന്റെയോ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അവയവത്തിന്റെ വലിപ്പത്തിൽ വ്യതിയാനം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്നു. അതുപോലെയല്ല മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ ഒരു അവയവം അതൊരു പ്രദർശന വസ്തുവായി അവതരിപ്പിച്ചുകൊണ്ട് അതൊരു വരുമാന മാർഗമാക്കി തൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തെ മാറ്റുന്നത് അത്ര കണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അവരായി തന്നെ വരുന്നത് അവർക്ക് പ്രകൃതിയാലുള്ള അവരുടെ സൗന്ദര്യത്തോടു കൂടി അവയവങ്ങളോട് കൂടി തന്നെ തീർച്ചയായിട്ടും വരുന്നതാണ് ഏറ്റവും നല്ലത്. അതിനകത്തൊരു ആത്മവിശ്വാസ കുറവിന്റെ ഒരു ആവശ്യമൊന്നുമില്ല വാസ്തവത്തിൽ. അപ്പോൾ ഇത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൊണ്ട് നടക്കുന്നതെങ്കിൽ ബോച്ചയെ പോലുള്ള വഷളന്മാർ ഉറപ്പായും അതിനെ ഒട്ടും മാന്യമല്ലാത്ത നിലയിൽ അതിനെതിരെ അഭിപ്രായം പറഞ്ഞു എന്ന് വരും. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക മനുഷ്യരുടെയും കയ്യിൽ 4K സൗകര്യമുള്ള, അത്രയും വ്യക്തതയുള്ള ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന, ചലച്ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന തരത്തിലുള്ള ക്യാമറയുള്ള കാലത്ത് ചന്തിയേറ്റവും ചന്തിയിറക്കവും ഒക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ശ്രദ്ധിക്കും, അത് ആഘോഷിക്കും. അതുകൊണ്ട് ഇതെല്ലാം കോണ്ടന്റുകൾ എന്ന ഗണത്തിലാണ് പെടുന്നത്. ഒരു മനുഷ്യന്റെ അവയവം പോലും കോണ്ടന്റ് ആവുന്ന ഒരു കാലത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും അറ്റൻഷൻ ഇക്കോണമിയുടെ കാലത്ത് ഇതെല്ലാം തീർച്ചയായിട്ടും വരുമാനമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ആളുകൾ ജീവിക്കുന്നത്. തന്റെ കൃത്രിമ നിതംബം പോലും ഒരുപക്ഷെ സമൂഹത്തിന് മുന്നിൽ വിൽക്കാൻ നോക്കുന്നവരും ആ കൃത്രിമ നിതംബത്തെ നോക്കിക്കൊണ്ട് ദേവി എന്ന് പറയുന്ന അശ്ലീല പരാമർശം നടത്തുന്ന വഷളന്മാരും എല്ലാം കൂടി ചേർന്നതാണ് ഈ സമൂഹം. തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ സാധുക്കളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. ഇതിനെ ഒന്നും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മനുഷ്യരുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീർപ്പ് മുട്ടിപ്പോകുന്നത്. ഇമാതിരി ആളുകളിൽ നിന്നും വീർപ്പ് മുട്ടുന്നത് അവരാണെന്ന് പറയുന്ന അവരോടുള്ള എൻ്റെ ഒരു അനുതാപം കൃത്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ബോച്ചയെ ആഘോഷിക്കുന്ന ആളുകൾ മനോരോഗികളാണോ എന്ന് സംശയം, അല്ലെങ്കിൽ അത്തരം ഒരു സംശയം പങ്കിട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഈ തേൻപൂ എന്ന് പറയുന്ന നടി അവരുടെ ജീവിതത്തെ സമൃദ്ധിയിലാക്കാൻ വേണ്ടി അവർ നടത്തുന്ന തത്രപ്പാടുകളിൽ ഒരു സഹാനുഭൂതിയോടുകൂടി നമ്മൾ സമീപിക്കുന്നതാണ് നല്ലത്. ഒപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് വിമർശന ബുദ്ധിയോടുകൂടി സമീപിക്കാനും ആളുകൾ ഉണ്ടാകും. അതിൽ തളർന്നു പോവാതിരിക്കുക എന്ന് പറയുന്ന ഒരു ചിന്തയാണ് വേണ്ടത്. ഒരു കൃത്രിമ ചന്തി പോലെ ആയിരിക്കണം തീർച്ചയായിട്ടും തൻ്റെ മനസ്സൊന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി മുഴുകി ജീവിക്കുന്ന സ്ത്രീകൾ, വ്യക്തികൾ, നടികളൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു കൃത്രിമ ചന്തിയെ സംബന്ധിച്ച് അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഒരു രൂപമാറ്റവും സംഭവിക്കാത്തതുപോലെ തന്നെ അവരുടെ മനസ്സും അതുപോലെ തന്നെ എന്ത് കേട്ടാലും എന്ത് കണ്ടാലും എന്ത് കൊണ്ടാലും പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും ഉണ്ടാവാതെ ഇതിനെയൊക്കെ സഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ നല്ലത്.